ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി വാദിക്കുന്നു. 1 യോഹന്നാൻ 1 അധ്യായം 7 കാണുന്നു. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു. The blood of Jesus Christ cleanses us from all sin. എല്ലാ പാപങ്ങളിൽ നിന്നും, ഫ്രം ഓൾ സിൻസ്, ഏതെല്ലാം പാവങ്ങളായാലും അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്ന് 1 യോഹന്നാൻ 1 അധ്യായം 8 അതിൻ്റെ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പാപമില്ല എന്ന് പറയുന്നവൻ അസത്യം പറയുന്നു. എന്നാൽ അവിടെ പറയുകയാണ്, ഞാൻ പാപിയാണ് എന്ന് പറയുന്നതോടൊപ്പം കർത്താവെ നിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പോഴാണ് നാം ശുദ്ധീകരിക്കപ്പെടുന്നത്. ഞാൻ പാപിയല്ല എന്നല്ല പറയുന്നത്. അതെ, ഞാൻ പാപിയാണ്, ഞാൻ പാപിയായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ രക്തം, എൻ്റെ യേശു കർത്താവിൻ്റെ രക്തം എന്നെ സകല പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിച്ചു. ഞാൻ ഇനി പാപിയല്ല. നമുക്കൊരു സോപ്പ് ഫാക്ടറി ഉണ്ടായിട്ട് നാം അവിടെ പോയി കുളിച്ചില്ല എങ്കിൽ എങ്ങനെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും? നമ്മൾ കഴുകപ്പെടും. സോപ്പ് ഫാക്ടറി വെച്ചിട്ട് കഴുകാൻ നിനക്ക് മനസ്സിലായെങ്കിൽ നിന്നെ നാളെയേ ഇരിക്കത്തുള്ളൂ. എന്നാൽ സകല പാപങ്ങളും പോക്കുവാൻ യേശു കർത്താവിൻ്റെ രക്തം നമുക്കുള്ളപ്പോൾ ഇനി ഞാൻ പാപിയാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ല. എൻ്റെ യേശു കർത്താവിൻ്റെ രക്തം എനിക്ക് സകല പാപത്തിൽ നിന്നും വിടുതൽ തന്നു. അതെ, ഞാൻ പാപിയായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ പാപിയല്ല. അതുതന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. തിമോത്തി 1 അധ്യായം 15 ഇപ്രകാരം കാണാൻ പറ്റും. യേശുക്രിസ്തു മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി വന്നു എന്നുള്ളത് സത്യവും വിശ്വാസയോഗ്യവുമായിട്ടുള്ള, എല്ലാവരാലും അംഗീകരിക്കപ്പെടുവാനുമുള്ള വചനമാണ്. വചനം അത് സത്യമാണ്, ഇത് യോഗ്യമാണ്. ആ പാപികളിൽ ഒന്നാമൻ ഞാനാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ഒന്നാമനായ പാപിയാണെന്നല്ല, ഞാൻ ഒന്നാമനായിരുന്നു. ഞാൻ പാപികളിൽ ഒന്നാമന് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. എൻ്റെ യേശുവിൻ്റെ രക്തം എൻ്റെ പാപം പോക്കി ശുദ്ധീകരിക്കുന്നു. അല്ല എങ്കിൽ എന്തിനാണ് ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നത്? എന്തിനാണ് ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്? ഇപ്പോഴും ഞാൻ പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനല്ല. യേശു ക്രിസ്തു ആദ്യമേ വന്നത് എൻ്റെ പാപത്തെ കഴുകാനാണ്. എന്നെ ക്രിസ്തുവിനോട് കൂടി ആ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതിന് മാത്രമാണ്. അല്ലാതെ എനിക്ക് ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി റിസോഴ്സസ്, ഒത്തിരി പണം, സമ്പാദ്യം എനിക്കൊന്നും ഭൂമിയിൽ തരുവാൻ വേണ്ടി അല്ല. എൻ്റെ പാപത്തിന് വേണ്ടി മാത്രമാണ് കർത്താവ് വന്നത്. ബാക്കിയൊക്കെ അതിനോട് കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം വിശ്വസിക്കേണ്ടത് ക്രിസ്തു യേശു എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിന് വേണ്ടി, എന്നെ കഴുകുവാൻ വേണ്ടി, എന്നെ ദൈവത്തിൻ്റെ മകളാക്കി തീർക്കുവാൻ വേണ്ടി ഭൂമിയിൽ വന്നു. ഞാനത് സ്വീകരിക്കുമ്പോൾ, കർത്താവേ ഞാൻ പാപികളിൽ ഒന്നാമനാണ്, ഞാനത് തെറ്റ് ചെയ്തു പോയി എന്ന് ഞാൻ കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ, എന്നെ ഒന്ന് കഴുകണേ അപ്പാ, ഈ പാപത്തിൽ നിന്ന് എന്നെ ഒന്ന് വെടിപ്പാക്കണമേ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഞാനത് വിശ്വസിക്കുകയാണ് എന്നെ കഴുകിയെന്ന്. അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ വീണ്ടും പാപിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കും. ആ കർത്താവിൻ്റെ രക്തത്തിൻ്റെ വില എന്താണ്? ആ വില ഞാൻ മനസ്സിലാക്കണം. അതിനെന്നെ കഴുകുവാൻ കഴിയും, അതിനെന്നെ വെളുപ്പിക്കുവാൻ കഴിയും. തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ഒരു കർത്താവ്. ഹല്ലേലൂയ. ഏത് പാപമായാലും, നിന്റെ പാപം കടും ചുവപ്പായാലും നിന്നെ വെണ്മയായിട്ട് ഒരു സ്റ്റെയിനുമില്ലാതെ, ഒരു റിങ്കിൾസും ഇല്ലാതെ, ഒരു ചുളുക്കവും വാട്ടവും ഇല്ലാതെ നിന്നെ ശുദ്ധീകരിച്ച് വെണ്മയോടുകൂടി ആ ന്യായാസനത്തിൻ്റെ മുമ്പിൽ, ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിർത്തുന്നത് ക്രിസ്തുയേശുവിൻ്റെ രക്തമാണ്. അത് എനിക്ക് വേണ്ടി വാദിക്കും, അത് നിനക്ക് വേണ്ടി വാദിക്കും. ഹല്ലേലൂയ. അത് എൻ്റെ പ്രവൃത്തികൾ കൊണ്ടല്ല, എനിക്ക് പാപമില്ലാഞ്ഞിട്ടല്ല, ഞാൻ പാപിയായിരുന്നു. എന്നാൽ ഞാൻ എന്നെ മറച്ചു വച്ചിരിക്കുന്നത് ക്രിസ്തുയേശുവിൻ്റെ തങ്കച്ചോരയിലാണ്. അതാണ് യേശു കർത്താവിൻ്റെയുള്ള വിശ്വാസം. എനിക്ക് എന്നെ രക്ഷിക്കുന്ന, എന്നെ സൂക്ഷിക്കുന്ന ദൈവസന്നിധിയിലെ ആ സിംഹാസനത്തിൽ ഞാൻ യോഗ്യയാണെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രക്തമാണ്. അല്ലാതെ എൻ്റെ പ്രവൃത്തിയല്ല, എൻ്റെ ഒരു പുണ്യപ്രവൃത്തിയുമല്ല. ഒരു പുണ്യപ്രവൃത്തി കൊണ്ടും എനിക്ക് വിശുദ്ധയാകുവാൻ പറ്റത്തില്ല. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ നീതിമാൻ ആരുമില്ല,
ഒരുത്തം പോലുമില്ല. അവൻ തൻ്റെ മാലാഖമാരിലും ദൈവദൂതന്മാരിലും കുറ്റം ആരോപിക്കുന്നു. ദൈവദൂതന്മാരിൽ കുറ്റം ആരോപിക്കുമ്പോൾ എന്നിലും നിങ്ങളിലും എത്രയധികം കുറ്റം ആരോപിക്കുവാൻ പറ്റും. എന്നാൽ വിശുദ്ധനായ ദൈവം നോക്കുന്നത് എൻ്റെ ഹൃദയത്തെയാണ്. ഞാൻ താഴ്ത്തി കൊടുക്കുന്നുണ്ടോ? എൻ്റെ പാപം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ക്രിസ്തുയേശുവിനെ സ്വീകരിച്ച് ആ ന്യായാസനത്തിൽ വരുവാൻ തക്കവണ്ണം ആ ക്രിസ്തുയേശുവിൻ്റെ രക്തത്തിൽ ഞാൻ തളിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഞാൻ വിശദീകരിക്കപ്പെടുന്നുണ്ടോ? അതാണ് എന്നെ ക്രിസ്ത്യാനിയാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഞാനതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനൊരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ, ഞാൻ ഓവർ സ്പീഡിൽ പിടിക്കപ്പെടുമ്പോൾ അതിനു വേണ്ടിയിട്ടൊരു ഫൈൻ അടയ്ക്കേണ്ടി വരും. ഞാനത് ഫൈൻ അടച്ചു കഴിഞ്ഞാലും ഞാൻ ആരെങ്കിലും ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൽ നിനക്ക് ട്രാഫിക് വയലേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇല്ല എന്നേ പറയത്തുള്ളൂ. കാരണം എൻ്റെ ഫൈൻ ഓൾറെഡി അടച്ചു കഴിഞ്ഞു. അഥവാ ഇനി ആ ഒരു ഫൈനും കൊണ്ട് അടുത്ത ഒരു ട്രാഫിക് വയലേഷന് അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, തീർച്ചയായിട്ടും ഞാൻ രണ്ടാമത് തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ കുറ്റക്കാരിയാണ്, ഞാൻ അതിന് ഫൈൻ അടയ്ക്കണം. എന്നാൽ ഞാൻ എപ്പോഴും സൂക്ഷിക്കും, ഇനി എനിക്ക് ഓവർ സ്പീഡ് ചെയ്യണ്ട, ഞാനൊന്ന് പിടിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും എനിക്ക് അങ്ങനെ ഒരു തെറ്റ് വരാതിരിക്കുവാൻ വേണ്ടി. ഒരു പക്ഷേ ഞാൻ തെറ്റ് ചെയ്താൽ വീണ്ടും ഞാൻ ഫൈൻ അടച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അതെനിക്കൊരു ലൈസൻസ് ആയിട്ട് എടുക്കാനില്ല. ഞാൻ അബദ്ധത്തിൽ ചെന്നുപെടുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. ശത്രു എൻ്റെ മേൽ ഒളിഞ്ഞിരുന്ന് അമ്പെയ്ത് എന്നെ വീഴ്ത്തുവാൻ വെക്കുന്ന പല പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കാം. ആ പാപത്തിലൊക്കെയും നാം പെട്ടുപോകുമ്പോൾ, ഞാൻ അറിയാതെ തെറ്റ് ചെയ്യാൻ അവസരം വരുമ്പോൾ ഒക്കെയും ഞാൻ അകപ്പെട്ടു പോകുമ്പോൾ, എൻ്റെ കർത്താവെ ഞാൻ അറിയാതെ പെട്ടുപോയി എന്ന് ഞാൻ പറഞ്ഞ് കർത്തൃസന്നിധിയിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നീതി കിട്ടും. അതെൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് എന്നെ ക്രിസ്ത്യാനിയാക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എൻ്റെ പല രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ചയാണെങ്കിലും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എന്ന് പറയാം, ഒരു ചെറിയൊരു രീതിയിൽ ഞാൻ കർത്താവിൽ നിന്ന് നിരക്കാത്ത ഒരു കാര്യം, കർത്താവിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട്, അതൊരു വലിയൊരു തെറ്റ് ലോകത്തിൽ നോക്കുമ്പോൾ അല്ലായിരിക്കും, എന്നാലും ഞാൻ കർത്തൃസന്നിധിയിൽ അങ്ങനെ തെറ്റ് പെട്ടപ്പോൾ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞു, കർത്താവേ, ഞാൻ അകപ്പെട്ടു പോയി, ഞാൻ തെറ്റ് ചെയ്തു. എന്നാൽ ഭൂമിയിൽ പറഞ്ഞാൽ എനിക്ക് ന്യായമില്ല, നീതിയില്ല. നീ വലിയ നീതിയുള്ള ദൈവമാണ്, വലിയ ന്യായാധിപതിയാണ്. എൻ്റെ തെറ്റുകളിൽ അകപ്പെട്ട ഈ ലോകത്തിലെ ഒരു കോടതിയിൽ തെറ്റുകൾ ചെയ്തവർക്ക് ഏതെങ്കിലും നീതി ലഭിക്കുമോ? അവൻ തെറ്റില്ല എന്ന്, കുറ്റം ചെയ്തവനല്ല എന്ന് തെളിഞ്ഞപ്പെടുമ്പോൾ മാത്രമാണ് അവന് നീതി ലഭിക്കുന്നത്. അല്ല എങ്കിൽ അവന് ശിക്ഷ ഉറപ്പാണ്. അവൻ തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞാൽ അവനെ ലോകത്തിൻ്റെ കോടതി ശിക്ഷിക്കും, അവനെ വീട്ടുകാരെ ശിക്ഷിക്കും, മാതാപിതാക്കളെ ശിക്ഷിക്കും, അവനെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ശിക്ഷിക്കും. അവൻ തെറ്റ് ചെയ്യപ്പെട്ടു എന്ന് തെളിഞ്ഞാൽ. തെറ്റ് ചെയ്യപ്പെട്ടു എന്ന് തെളിഞ്ഞില്ലെങ്കിൽ മാത്രമേ അവന് അനുകൂലമായിട്ടൊരു നീതി ലഭിക്കത്തുള്ളൂ. എന്നാൽ അങ്ങനെയുള്ള ഏത് കടും ചുവപ്പായ പാപമായാലും യേശു കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ട് ചെല്ലുമ്പോൾ ഏറ്റവും വലിയ ന്യായാധിപതിയായ, ഏറ്റവും വലിയ നീതിയുള്ള ദൈവം, യഹോവേ, ഞാൻ പാപം ചെയ്തു, പുത്രൻ്റെ നാമത്തിൽ, പുത്രൻ്റെ രക്തത്തിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പുത്രൻ തമ്പുരാന്റെ കാൽ കീഴിൽ നമ്മൾ വീഴുമ്പോൾ നീ പാപിയായാലും ക്ഷമിക്കും. ഹല്ലേലൂയ. Colossians chapter 2 verses 14 says, having cancelled the record of debt that stood against us with its legal demands, he set aside and nailing it to the cross. Hallelujah. All my debt I can see on the cross. It's already paid. Hallelujah. He cancelled all my debt and set me and you free. അത് വിശ്വസിക്കാമെങ്കിൽ തീർച്ചയായിട്ടും പാപങ്ങൾ ക്ഷമിച്ചിരിക്കും. ആരും പെർഫെക്റ്റ് ആയിട്ടില്ല. സ്വന്തമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കാമോ ജീവിതത്തിലോട്ട്? പാപമില്ലെന്ന് പറയാൻ പറ്റുമോ? പാപം ഉണ്ടായിരുന്നു. എന്നാൽ പാപിയായ എന്നെയും നിന്നെയും വിശദീകരിച്ച രക്തം, അതിനുവേണ്ടിയാണ് ക്രിസ്തുയേശു ലോകത്തിലോട്ട് വന്നത്. ഹല്ലേലൂയ. ഓൾ മൈ ഡെബ്റ്റ്സ് ആർ ഓൾറെഡി പെയ്ഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെൻ്റെ വിശ്വാസമാണ്. ഹല്ലേലൂയ. എൻ്റെ എല്ലാ പാപങ്ങളും, ഹല്ലേലൂയ, സ്തോത്രം. പോൾ യൂസസ് ദ phrases, the record of debt, all my record of debts, all my demands of sin, legal demands. നമ്മൾ പാപം ചെയ്യുമ്പോൾ അതിനൊരു ലീഗൽ ഡിമാൻഡ് ഉണ്ട്, പാപത്തിന് ഒരു പണിഷ്മെൻ്റ് ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ എനിക്കെതിരായിട്ടുള്ള എല്ലാ പാപങ്ങളും ഞാൻ കാണുന്നത് ക്രൂശിലാണ്. ഹല്ലേലൂയ, സ്തോത്രങ്ങളും അധികാരങ്ങളും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി.
പ്രൈസ് ഗോഡ്. എനിക്ക് വിരോധമായിട്ടിരുന്ന എല്ലാ കയ്യെഴുത്തും, എല്ലാ അതിക്രമങ്ങൾ പറഞ്ഞതും, എനിക്കെതിരായിട്ട് പറഞ്ഞതും, ഞാൻ ചെയ്തതും എല്ലാം, ദുഷ്ടൻ ക്ലെയിം ചെയ്യുന്ന എല്ലാവും ഞാൻ ഇന്ന് കാണുന്നത് കാൽവറി ക്രൂശിലെ ആ രക്തത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതവിടെ ആണിയടിച്ച് തകർക്കപ്പെട്ടു. അവിടെ ആണിയടിച്ച് കിടക്കുന്നതായിട്ട് കാണണം എൻ്റെ പാപത്തെ. ഹല്ലേലൂയ. അതിനാൽ ഞാൻ ഇന്ന് ഇനിമേൽ ഞാൻ പാപിയല്ല. എന്നിൽ വസിക്കുന്നത് ക്രിസ്തു യേശുവിൻ്റെ തങ്കച്ചോരയാണ്. ആ വിശുദ്ധീകരിച്ച രക്തമാണ്. എനിക്ക് വേണ്ടി വാദിക്കുന്നത് ക്രിസ്തു യേശുവാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇനിമേൽ ഞാൻ പാപിയല്ല. ആരെങ്കിലും പാപിയാണ്, ഞാൻ പാപിയാണ്, നമ്മളെല്ലാവരും പാപിയാണെന്ന് പറയുമ്പോൾ ക്രിസ്തു യേശു പാപികൾക്ക് വേണ്ടി വന്നു എന്നുള്ള ആ വചനം, വിശ്വാസമായ വചനം എവിടെയാണ്? ഞാൻ എൻ്റെ പാപത്തെ കാൽവറിയിലെ രക്തത്താൽ തളിച്ച് ശുദ്ധീകരിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ എനിക്ക് അവിടെ പാപമോചനം ലഭിക്കുകയാണ്. ക്രിസ്തു യേശു വന്നത് തന്നെ പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ, എൻ്റെ പാപം മോചിച്ചില്ല എങ്കിൽ എങ്ങനെ ഞാൻ സ്വർഗത്തിൽ കയറും? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ആ പാപിയിൽ ഞാൻ പ്രധാനിയായിരുന്നെന്നാണ്. അപ്പോൾ പാപം ഇപ്പോഴും പൗലോസ് അപ്പോസ്തലനിലുണ്ടെങ്കിൽ എങ്ങനെ സ്വർഗത്തിൽ പൗലോസ് അപ്പോസ്തലൻ എത്തും? നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് സ്വർഗത്തിലിരിക്കുന്നുവെന്നാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ക്രിസ്തുവിനോട് കൂടി അപ്പോസ്തലനായ പൗലോസിന് ഇപ്പോൾ വാഴുവാൻ സാധിക്കും? കാരണം ഇപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട അപ്പോസ്തലനാണ്. അന്നുവരെ ക്രിസ്തീയ സഭയ്ക്ക് എതിരായിട്ട്, ക്രിസ്ത്യാനികൾക്ക് എതിരായിട്ട് അവരെ തകർക്കുവാൻ പ്രവർത്തിച്ച അപ്പോസ്തലൻ വൺസ് ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ആ തങ്കച്ചോരയിൽ വിശുദ്ധീകരിക്കപ്പെട്ടു. സോ ഹീസ് നോ മോർ എ സിന്നർ നൗ. ഹി വാസ് എ സിന്നർ ബട്ട് നോട്ട് നൗ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിനാൽ പ്രിയ സഹോദരങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിശ്വാസയോഗ്യമായ വചനമാണ്, ക്രിസ്തുയേശു ലോകത്തിൽ വന്നത് പാപികളായ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ആ ക്രിസ്തുയേശുവിൻ്റെ രക്തത്തിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ പാപിയല്ലാതായിത്തീരുന്നു. കാരണം ആ രക്തം എനിക്ക് വേണ്ടി വാദിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ പാപം ചെയ്യുവാൻ പാടില്ല. ഇനി അബദ്ധത്തിൽ അറിയാതെ ഞാൻ ചെന്നുപെട്ടുവെങ്കിൽ ഈ ലോകത്തിലെ ഒരു കോടതിയിലും എനിക്ക് രക്ഷയില്ല. എനിക്ക് രക്ഷിക്കുവാൻ വേണ്ടിയുള്ളത് വീണ്ടും ആ രക്തം എന്നെ രക്ഷിച്ചുകൊണ്ട്, സൂക്ഷിച്ചുകൊണ്ട്, എനിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടേയിരിക്കും. എന്ന് വെച്ച് കർത്താവ് ഒരിക്കലും പറയത്തില്ല, ഞാൻ ന്യായാധിപതിയാണ്, ഞാൻ നീതിമാനാണ്, അതുകൊണ്ട് പാപിയായ നിന്നെ എൻ്റെ കൂടെ ചേർത്താൽ, നിന്റെ പാപം ക്ഷമിച്ചാൽ ഞാൻ അശുദ്ധനായി പോകും, ഞാൻ വിശുദ്ധനല്ലാതായി പോകും എന്ന് ഒരിക്കലും നമ്മുടെ കർത്താവ് പറയത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനെയാണ് നമ്മളെ റൈച്ചസ്നെസ് ആക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിനാൽ പ്രാഗൽഭ്യത്തോടുകൂടി സ്വർഗസിംഹാസനത്തിൽ എത്തണമെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ ആ രക്തത്തിൽ നമ്മൾ വീണ്ടെടുക്കപ്പെടുക, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൽ നിൽക്കണമെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാതെ ഞാൻ എങ്ങനെ നിൽക്കുവാനായിട്ട് പറ്റും? ഇനിയും എത്ര പ്രാവശ്യം എനിക്ക് പാപം ചെയ്യാൻ പറ്റും? വീണ്ടും ഞാനതൊരു ലൈസൻസായിട്ട് എടുക്കുവാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാനതൊരു ലൈസൻസായിട്ട് എടുക്കുവല്ല. എന്നാൽ ഞാൻ പാപത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ പാപം ചെയ്താൽ അത് ക്രിസ്തു ക്ഷമിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും ഞാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ചെന്നിട്ട്, ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ചെന്നിട്ട്, അപ്പാ ഞാൻ തെറ്റിപ്പോയി, ഞാൻ പാപിയാണ് എന്ന് പറയുമ്പോൾ എന്നെ കാലും കൊണ്ട് തൊഴിച്ചു കളയത്തില്ല. ഞാൻ വീട്ടിലുള്ളതാണ്. എൻ്റെ ഒരു കുഞ്ഞു പാപം ചെയ്ത് തെറ്റ് ചെയ്താൽ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് വീണ്ടും വീട്ടിനകത്ത് കയറ്റും. എന്നാൽ ഒരു അന്യരാണെങ്കിൽ എനിക്ക് വീട്ടിൽ കയറ്റേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്വന്തം പുത്രനാണ്, യഹോവയുടെ പുത്രൻ ക്രിസ്തുയേശുവിൽ കൂടി ഞാൻ പുത്രനായി തീർന്നു. അതിനാൽ എനിക്ക് ആ വീട്ടിലൊരു യോഗ്യതയുണ്ട്, പുത്രൻ എന്നുള്ളൊരു പദവിയുണ്ട്. ഞാൻ പാപം ചെയ്തിട്ട് വീണ്ടും ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ എന്നെ വീണ്ടും സ്വീകരിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ കൊണ്ടുപോകാൻ തക്കവണ്ണം ആ രക്തം എനിക്ക് വേണ്ടി വാദിക്കുന്നു. വീണ്ടും ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രിസ്തു നമ്മളോട് പറഞ്ഞ എന്താണ്? എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ആൻസർ എന്തായിരുന്നു? 70 വട്ടം ക്ഷമിച്ചാൽ പോരാ എന്നാണ്. ഒരു പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? അല്ല, 70 വട്ടം. അപ്പോൾ അതിന് എത്ര നമ്പേഴ്സ് ഉണ്ട്? ആ പറഞ്ഞ യേശു കർത്താവ് എന്നോട് 70 വട്ടം ക്ഷമിക്കത്തില്ലേ? അങ്ങനെ ക്ഷമിക്കണമെന്ന് നമ്മെ ഉപദേശിച്ചു തരുന്നത്, അങ്ങനെ 70 വട്ടം ക്ഷമിക്കണമെന്ന് സ്ലീഹന്മാരോട് അല്ലെങ്കിൽ തൻ്റെ ഡിസൈപ്പിൾസിനോട് പറഞ്ഞ ക്രിസ്തു അങ്ങനെ തന്നെ ചെയ്യാതെ ഇരിക്കുമോ? അതിനാൽ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്,
തീർച്ചയായിട്ടും ക്രിസ്തു ക്ഷമിക്കും നമ്മളോട്. കാരണം അങ്ങനെ ക്ഷമിക്കുവാൻ പറഞ്ഞ കർത്താവ് തീർച്ചയായിട്ടും നമ്മളോട് ക്ഷമിക്കും. അതുകൊണ്ട് ഇതൊരു ലൈസൻസ് ആണെന്നൊന്നും കരുതണ്ട. ലൈസൻസ് അല്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യാതെ, അറിയാതെ പല പാപത്തിൽ നമ്മൾ വീണു പോകാറുണ്ട്. അങ്ങനെ അറിയാതെ വീണു പോകുമ്പോൾ അതിൻ്റെ റിയലൈസേഷൻ വരുമ്പോൾ പാപത്തിൻ്റെ കോൺസിക്വൻസസ് ഡെത്ത് ആയതിനാൽ നാം ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൽ ഓടിച്ചെന്ന് അവിടെ അഭയം പ്രാപിക്കണം. ആ ബലമുള്ള കൈക്കീഴിൽ നാം അഭയം പ്രാപിക്കണം. അതെൻ്റെ കോട്ടയാണ്. പഴയ നിയമത്തിൽ ഒരു പാപി ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നത് ആ കോട്ടയ്ക്കകത്താണ്. അതിനാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം എനിക്ക് കോട്ടയാണ്, നിങ്ങൾക്കും കോട്ടയാണ്. അത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മഹത്വം ലഭിക്കും. ഹല്ലേലൂയ. ഞാൻ എന്തു വിശ്വസിക്കുന്നുവോ, ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ ഞാൻ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും ആ രക്തം അങ്ങനെ തന്നെ പ്രവർത്തിക്കും. അതിനാൽ എനിക്കിന്ന് നിങ്ങളോട് അഡ്വൈസ് ചെയ്യാനുള്ളത്, ക്രിസ്തു യേശു ലോകത്തിലോട്ട് വന്നത് പാപികൾക്ക് വേണ്ടിയാണ്. അതിനാൽ ഇനി നമ്മൾ പാപിയല്ല. ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ വിശദീകരിക്കപ്പെട്ടു കഴിയുമ്പോൾ ഞാൻ പാപമില്ലാത്തവളായിട്ട് തീരുകയാണ്. അറിയാതെ ചെയ്തു പോയിട്ടുള്ള, അറിഞ്ഞും പലപ്പോഴും നമ്മൾ അബോധാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ വിവേകമില്ലാതെ പല രീതിയിൽ നമ്മൾ ചെയ്തു പോകുന്ന പാവങ്ങൾക്ക് ക്രിസ്തു യേശുവിൻ്റെ ന്യായാസനത്തിൽ എനിക്ക് വിശുദ്ധീകരണമുണ്ട്, എനിക്ക് ന്യായീകരണമുണ്ട്. എന്നെ വിശുദ്ധീകരിക്കുന്നത്, ന്യായീകരിക്കുന്നത് ക്രിസ്തു യേശുവിൻ്റെ രക്തമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട എല്ലാവരും യേശു കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അറിഞ്ഞോ അറിവിടാതെയും കർത്താവെ, വിവേകം കൊണ്ടും അവിവേകം കൊണ്ടും ഒക്കെ ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായ ക്രിസ്തുയേശുവിൻ്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്കിന്നൊരു ജാമ്യക്കാരനായിട്ട്, ഞങ്ങൾക്ക് കർത്താവെ ഒരു സാക്ഷിയായിട്ട് നീ നിൽക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ആ വലിയ രക്തത്തിൽ, ആ വിശദീകരിക്കപ്പെട്ട രക്തത്തിൽ ഹല്ലേലൂയ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. വെടുപ്പും വിശുദ്ധിയോടും കൂടി വരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിനാൽ നന്ദി. കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രക്തത്താൽ വിശദീകരിച്ച് കർത്താവെ, ഞങ്ങളെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ കുറ്റമില്ലാത്തവർ, കളങ്കമില്ലാത്തവരായിട്ട് നിൽക്കുവാൻ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.